പരസ്യമായി തമ്മിൽ തല്ലിയ സൈനികനും പോലീസ് ഉദ്യോഗസ്ഥനും. ഈ മാസം 26-ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. ആലപ്പുഴ സ്വദേശിയായ സൈനികനും കോട്ടയത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനും തമ്മിലാണ് സംഘർഷമുണ്ടായത്. തർക്കം മൂത്തതോടെ ട്രെയിനിനുള്ളിലും പ്ലാറ്റ്ഫോമിലും ഇരുവരും ഏറ്റുമുട്ടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30 കേരള എക്സ്പ്രസിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബവും ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത്. ഇതിനിടെ ആലപ്പുഴ ചെന്നിത്തല സ്വദേശിയായ സൈനികനുമായി തർക്കമുണ്ടായി. ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇരുവരും പുറത്തേക്കിറങ്ങി അടി തുടർന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തും കുട്ടിക്കും പരിക്കേറ്റു. സൈനികന്റെ ചെവിക്കും ഗുരുതര പരിക്കുകളുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും പരിക്കുണ്ടെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തില്ല. കോഴിക്കോട് കക്കാടംപൊയിൽ 16-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴെ കക്കാട് താമസിക്കുന്ന ആസാം സ്വദേശിനി സുമനാണ് മരിച്ചത്. വിഷം അകത്തു ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ പോലീസ് ചോദ്യം ചെയ്തു. വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നും തുടർന്നാണ് മകളെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയെന്നും കുടുംബാംഗങ്ങൾ മൊഴി നൽകി. തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. നന്ദൻകോട് ജംഗ്ഷനിലെ സ്വരാജ് ഭവനിലാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുകയും 2 സർക്കാർ വാഹനങ്ങൾ കത്തിനശിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. പ്രദേശവാസികളാണ് വാഹനങ്ങൾ കത്തുന്നത് കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിന്നും അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റി. ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി S ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത്. ഹാളിൽ നിന്ന് ദൃശ്യം മാറ്റിയതിന്റെയും VS അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് മായ്ക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ VS അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തത്. നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറിയിൽ 4 വിമതർക്കെതിരെ നടപടിക്ക് കോൺഗ്രസ്. LDF-നൊപ്പം നിന്ന് നേടിയ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും. രാജിയില്ലെങ്കിൽ അയോഗ്യത നടപടിയിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥി നാവായിക്കുളത്ത് തോറ്റിരുന്നു. നാവായിക്കുളം പഞ്ചായത്തിൽ ഇരട്ട സീറ്റിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ ഗ്രൂപ്പ് പോരിലാണ് കോൺഗ്രസിന് ഭരണം പോയത്. ആദ്യ ടേമിൽ തർക്കമുണ്ടായതോടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മറ്റൊരു കോൺഗ്രസ് അംഗം മത്സരിക്കുകയായിരുന്നു. LDF-ന്റെയും 4 കോൺഗ്രസ് അംഗങ്ങളുടെയും പിന്തുണയിൽ ആസിഫ് കടയിലാണ് പ്രസിഡന്റായത്.